ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. ഉരുകി പോയി ആണികൾ കയ്യിൽ വെന്തിൽ. ദുഃഖവെള്ളിയാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ രക്ഷകൻ നമുക്കായി കുരിശിൽ മരിച്ച ദിനമാണ്. എന്തിനാണ് നമ്മുടെ രക്ഷകൻ മരിച്ചത്? ഏദനിൽ നിന്ന് വീണുപോയ സൃഷ്ടിയിൽ കടന്നു വന്ന മരണത്തെ മനുഷ്യാവതാരത്തിലൂടെ താൻ സ്വീകരിക്കുന്നതാണ്. അവൻ പാപം ചെയ്തതുകൊണ്ടല്ല അവൻ മരണം സ്വീകരിക്കേണ്ടി വന്നത്. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മുടെ പാപപരിഹാരത്തിനായിട്ടാണ്. മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. അതിനുവേണ്ടി അവൻ മരണത്തെ സ്വീകരിച്ചു. മനുഷ്യർ ഉണ്ടാക്കിയ മരണത്തിന് കാരണമായ പാപത്തെ പരിഹരിക്കുവാൻ പാപമില്ലാത്തവൻ മരിച്ചു. അപ്പോൾ വീണ സൃഷ്ടിക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ അവസരം ലഭിച്ചു. പാപമില്ലാത്തവൻ മരിച്ചത് അവൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയിട്ടാണ്. ആ ശരീരരക്തങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളെ അവൻ പരിഹരിച്ചു. ആദാം മരിച്ചു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അവൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ കാണുവാനുള്ള കൃപ അവന് നഷ്ടപ്പെട്ടു എന്നാണ്. അതിനാൽ ആത്മീകപരമായി അതിനെ നാം മരണമെന്ന് വിളിക്കുന്നു. ഇന്ന് രക്ഷകനായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, അവൻ്റെ ശരീരരക്തങ്ങൾ നൽകിയപ്പോൾ അവൻ്റെ വാസം നമ്മിലുണ്ടായി. മരണമില്ലാത്തവൻ്റെ ശരീരരക്തങ്ങൾ ദൈവത്തെ കാണാൻ കഴിയാതിരുന്ന മരണാവസ്ഥയിൽ അവൻ നമ്മുടെ ഉള്ളിൽ ജീവിച്ച് നമ്മെ മരണമില്ലാത്തവനാക്കി തീർത്തു. പാപമില്ലാത്തവൻ മരിച്ചത് നമുക്ക് പാപപരിഹാരം നൽകുവാനായിട്ടാണ്. പാപമില്ലാത്തവന് മാത്രമേ പാപമുള്ള നമ്മുടെ കുറവിനെ പരിഹരിക്കുവാൻ കഴിയൂ. അനുസരണക്കേടിലൂടെ ഉണ്ടായ പാപത്തെ പിതാവിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ച് പുത്രൻ ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി അവൻ മറുവിലയായി ക്രൂശിൽ മരിച്ചത് നമുക്ക് പാപപരിഹാരത്തിനുള്ള വഴി തുറന്നു. ക്രിസ്തുവിൻ്റെ മരണം നഷ്ടപ്പെട്ടു പോയ പറുദീസ നമുക്കായി വീണ്ടും തുറന്നതാണ്. ഏദനിൽ സൃഷ്ടി വീണപ്പോൾ നമുക്ക് പറുദീസ നഷ്ടപ്പെട്ടു. ഇന്ന് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ആ വലതുഭാഗത്തുള്ള കള്ളനോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അതിനർത്ഥം തൻ്റെ മരണത്താൽ മനുഷ്യവർഗത്തിൽ നഷ്ടപ്പെട്ടു പോയ പറുദീസായുടെ വാതിലുകൾ ഇന്ന് തുറന്നുവെന്നാണ്. ഏദനിൽ അടയ്ക്കപ്പെട്ട ജീവവൃക്ഷ ഫലത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്നു. അതുവരെ ക്രൂബേന്മാരാൽ കാവൽ നിന്നിരുന്ന മാലാഖമാർ മാത്രമായിരുന്നു അതിനെ കാവൽ ചെയ്തിരുന്നത്. ഇന്ന് ആ കാവൽ ചെയ്തിരുന്ന മാലാഖമാരുടെ അടുക്കിലേക്ക് വലത്തുഭാഗത്തെ കള്ളൻ കടന്നു ചെല്ലുന്നതായി പിതാക്കന്മാർ വർണ്ണിക്കുന്നുണ്ട്. ക്രോബയും മാലാഖയും തീത്തോസ് എന്ന കള്ളനിൽ നിന്നുള്ള സംവാദത്തെ പിതാക്കന്മാർ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ആ സ്വർഗീയാവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള യോഗ്യത ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ചു എന്നാണ്. അടയ്ക്കപ്പെട്ട വാതിലുകൾ, പറുദീസായുടെ വാതിലുകൾ ക്രിസ്തുവിൻ്റെ മരണത്താൽ തുറന്നു എന്നുള്ളതാണ് ഒരറിവ്. ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ സ്നേഹം എല്ലാവർക്കും വേണ്ടി നൽകി. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളായിരിക്കുവാനുള്ള വലിയ അനുഗ്രഹം അവൻ നൽകുകയാണ്. പാപത്താൽ ചിതറിപ്പോയ മനുഷ്യവർഗം ക്രൂശിലെ സ്നേഹത്താൽ അവനിലേക്ക് മടങ്ങി വന്നു. പിശാച് ചിതറിച്ച മനുഷ്യരെ ക്രിസ്തു സ്നേഹത്താൽ അവൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു,
എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എന്നറിഞ്ഞ് ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇരുന്ന് അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നമുക്ക് ഈ വലിയ വെള്ളിയാഴ്ചയിൽ അവനോടുകൂടി ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ കൂടെ പോകുവാൻ കഴിയുമോ? എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്ന് നാം എത്രയോ സ്വീകരിച്ചിട്ടുണ്ട്. അവൻ ഇന്ന് നമുക്ക് വേണ്ടി മരിക്കുവാൻ പോകുമ്പോൾ അവനോടൊപ്പം യാത്ര ചെയ്യുവാൻ തയ്യാറുണ്ടോ? അതിനായി അവൻ സഹിച്ച കഷ്ടതകളെ ഉപവാസത്തോട്, പ്രാർത്ഥനയോട്, നോമ്പിൽ പൂർണ്ണസമയം ആ ദിവസത്തിലെ ആരാധനയിൽ സംബന്ധിക്കാൻ കഴിയുമോ? ഓർക്കുക, നാം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഇതാണ്. എൻ്റെ ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ കർത്താവ് തൻ്റെ ക്രൂശിൽ അവസാനമായി സ്വീകരിച്ച ആ കയ്പുനീരുണ്ടല്ലോ, ആ കർത്താവിൻ്റെ കയ്പുനീരായിരിക്കും ഞാൻ ആദ്യമായി ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ആരാധനയ്ക്ക് ശേഷം കുടിക്കുന്നത്. അതുവരെ ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവൻ്റെ സന്നിധിയിൽ നിൽക്കും എന്ന പ്രതിജ്ഞയോടെ ആയിരിക്കണം ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ചയിൽ നിങ്ങൾ ഓരോരുത്തരും സംബന്ധിക്കേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ വേദന, അവൻ സഹിച്ച അത്രയും അടികൾ ഞാൻ കൊള്ളുന്നില്ലെങ്കിലും അവനോടൊപ്പം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന്, ദൈവമേ, നിൻ്റെ മഹൽ സ്നേഹത്തെ കണ്ട് എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ചതിനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ആനന്ദകരമായ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.